ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 18. മുഖം വീർപ്പിച്ച് നടക്കുന്ന ഗൗരിയെ കണ്ടതും നേത്രയ്ക്ക് ചിരി വന്നു. എന്നാൽ ഇപ്പോൾ ചിരിച്ചാൽ അത് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും എന്നതുകൊണ്ട് അവൾ കടിച്ചു പിടിച്ചിരുന്നു. കുറെ കഴിഞ്ഞിട്ടും ഗൗരി മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഗൗരി 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 കൊച്ചേ, നിന്നെ നച്ചുന്ന് വിശക്കുന്നുടി, ഇനിയും പിണങ്ങിയിരിക്കല്ലേ. കുറച്ച് സങ്കടത്തോടെ നേത്ര പറഞ്ഞതും ഗൗരി മുഖം ഉയർത്തി അവളെ നോക്കി. ശേഷം അവൾക്കടുത്ത് ചെന്നിരുന്നു. ഇനിയും ഇങ്ങനെ ഓരോന്ന് ചെയ്യലെന്ന് നച്ചു, പേടിച്ചിട്ടാ ഞാൻ. ഗൗരിയുടെ കണ്ണു നിറഞ്ഞു കണ്ടതും നേത്ര അവളെ കെട്ടിപ്പിടിച്ചു. സോറി, ഇനി ഞാൻ സൂക്ഷിച്ചോളാം, പോരെ. ഇപ്പം എനിക്ക് തിന്നാൻ എന്തെങ്കിലും താടി. അത് കേട്ടതും ഗൗരി വേഗം ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം വാങ്ങി വന്നു. ഒരു പ്ലേറ്റിൽ വിളമ്പി നേത്രയ്ക്ക് അടുത്ത് ചെന്നു. ഗൗരി, കാശിയേട്ടൻ ഏട്ടനെ വിളിക്കൂ, വരാറായോ എന്ന് ചോദിക്ക്. പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞല്ലേ ആൾ പോയത്. അത് കേട്ടതും ഗൗരി അവളെ ദേഷ്യത്തോടെ നോക്കി. എന്തിനാടി നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? പേടിപ്പിക്കാതെ പിന്നെ. നിന്റെ കോശിച്ചോട്ടനൊന്നും ഇവിടെ വരില്ല. കൂട്ടുകാരനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടാവും പെങ്ങളെ ഉപേക്ഷിച്ചു പോയത്. ഞാൻ പുറത്തൊക്കെ നോക്കി, ഇവിടെ ഒന്നുമില്ല. നേരത്തെ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ വഴി പോയി കാണും. അല്ലെങ്കിലും നിനക്ക് കാവലിരിക്കാൻ മാത്രം നീ അങ്ങയുടെ സ്വന്തം പെങ്ങളൊന്നുമല്ലല്ലോ. ഗൗരി പറഞ്ഞതും ഇനി അവളോട് വല്ലതും ചോദിച്ചാൽ അവൾ ദേഷ്യപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് അവൾ മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നേത്ര ആലോചിച്ചത് അഗ്നിയെ പറ്റിയായിരുന്നു. അത്രയും സമയം താൻ പോയിക്കോളാൻ പറഞ്ഞിട്ട് പോലും പോകാതെ ഇരുന്നിരുന്ന ആൾ പെട്ടെന്ന് ഒന്നും പറയാതെ തിരിച്ചു പോയത് എന്തുകൊണ്ടാവും? അല്ല, എന്തിനു പറയണം? അയാളുടെ ജീവൻ രക്ഷിച്ച ഒരാളെ അയാൾക്ക് അപകടം പറ്റിയപ്പോൾ നേരത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആൾക്ക് ബോധം വരുന്നത് വരെ എല്ലാ തിരക്കും മാറ്റിവെച്ച് കാവലിരുന്നു. അദ്ദേഹം ചെയ്യേണ്ട കടമ നിറവേറ്റി. ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വെറും ഒരു എംപ്ലോയി ആയിരുന്നിട്ടും ഇത്രയും ചെയ്തു തന്നത് തന്നെ വലിയ കാര്യം. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അവൾ സ്വയം പറഞ്ഞ് ഉറങ്ങുവാനായി കണ്ണടച്ചു കിടന്നു. അതേസമയം ഗൗരിയും ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിനാണ് കാശിയോട് അങ്ങനെ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അഗ്നിസാറിന് തെറ്റൊന്നുമില്ല. അയാൾ ആവശ്യപ്പെട്ടിട്ടല്ല നച്ചു ഇറങ്ങിച്ചെന്നത്. എന്നിട്ടും അയാളെ മര്യാദയ്ക്ക് ഇവിടെ വരെ എത്തിച്ചു. പക്ഷേ താൻ വരുമ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നേത്ര കിടക്കുന്നത് കണ്ടപ്പോഴാണ് തനിക്ക് ദേഷ്യം വന്നത്. എന്നാൽ താൻ അത്രയും പറഞ്ഞിട്ടും അയാൾ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. പകരം കൂട്ടുകാരനെ കുറ്റപ്പെടുത്തി താൻ സംസാരിക്കുമ്പോൾ ആ മുഖം നിറയെ സങ്കടമായിരുന്നു. പിന്നെ അത് ദേഷ്യമായി മാറുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ? പലവിധ ചിന്തകളാൽ അവളുടെ മനസ്സ് കലുഷിതമായി. സൂര്യപ്രകാശം മുഖത്തേക്ക് അടിച്ചതും അഗ്നി കണ്ണു ചിമ്മി തുറന്നു. തലേന്ന് രാത്രി ബോധം മറയുവോളം കുടിച്ചതിനാൽ അവന് നന്നായി തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. ബെഡിൽ എഴുന്നേറ്റ് തലയും താങ്ങിയിരുന്നപ്പോൾ തലേന്ന് നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഇറങ്ങിപ്പോന്നെങ്കിലും പിന്നെ നേത്രയെപ്പറ്റി അന്വേഷിക്കാത്തതിൽ അവന് കുറ്റബോധം തോന്നി. പെണ്ണെന്ന വർഗത്തിനോട് തനിക്ക് അടങ്ങാത്ത വെറുപ്പാണെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയ്ക്കാണ് അവൾക്ക് പരിക്ക് പറ്റിയത്. അത് താൻ മറക്കാൻ പാടില്ലായിരുന്നു. ആരെങ്കിലും വരുന്നതിന് മുന്നേ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. കാശി ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമോ? അവളുടെ കൂട്ടുകാരിയെ കൊണ്ടുവന്ന് കാണുമോ? രാത്രി വല്ല ആവശ്യം വന്നു കാണുമോ? കാശി തന്നെ താങ്ങി റൂമിലേക്ക് കൊണ്ടുവന്നത് കുറച്ച് ഓർമ്മയുണ്ട്. അങ്ങനെയെങ്കിൽ അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയാണോ അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്? ആലോചിച്ചതും അവന് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി. വേഗം തനിക്ക് ചുറ്റും ഫോണിനായി പരതി. ചുറ്റും നോക്കിയതും കാശിയുടെ മുറിയാണെന്ന് കണ്ടതും അവൻ തന്നെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നും മനസ്സിലായി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അഗ്നി മുഖം ഉയർത്തി നോക്കി. മുന്നിൽ കയറ്റിപ്പിടിച്ച മുഖവുമായി നിൽക്കുന്ന കാശിയെ കണ്ടതും അഗ്നി അവനെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു കൊടുത്തു. എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ കാശി ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ആൾ നല്ല ദേഷ്യത്തിലാണെന്ന് അഗ്നിക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് കാശി പുറത്തിറങ്ങിയതും അഗ്നി അവന് മുന്നിൽ ചെന്ന് നിന്നു. നീ ഇന്നലെ എപ്പോഴാ ഹോസ്പിറ്റലിൽ എത്തിയത്? അവളുടെ ഫ്രണ്ടിനെ അവിടെ ആക്കിയോ? എങ്ങനെയെങ്കിലും നേത്രയുടെ കാര്യം അറിയണമെന്ന് കരുതി അഗ്നി ചോദിച്ചു. ചോദ്യം കേട്ടതും കാശി രൂക്ഷമായി അവനെ നോക്കി.
ഇതിനൊക്കെ ഞാൻ നിന്നോട് എന്തിനു മറുപടി പറയണം? നിന്റെ സ്റ്റാഫ് നീ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി. നീ നിന്റെ പാട് നോക്കി പോവുകയും ചെയ്തു. പിന്നെ അവളെപ്പറ്റി ഞാൻ എന്തിനു അന്വേഷിക്കണം? നീയപ്പോൾ അവൾ കൂട്ടുകാരെ വിളിക്കാൻ പോയതോ? ആ പോയി. പക്ഷേ വഴിയിൽ വെച്ച് നീ അയച്ച മെസ്സേജ് കണ്ടതും ഞാൻ തിരിച്ച് എൻ്റെ കാര്യം നോക്കി പോയി. നിസ്സാരമായി പറഞ്ഞ് കാശി ഡ്രസ്സും മാറി മുറിക്ക് പുറത്തേക്ക് പോയി. എന്നാൽ പോകുന്നതിന് മുന്നേ ഇടം കണ്ണാലെ കാശി അഗ്നിയെ നോക്കി. വെരികിനെ പോലെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനെ കാണുകെ അവൻ്റെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അഗ്നിക്കാകെ അസ്വസ്ഥത തോന്നി. വേഗം ഫോണെടുത്ത് നേത്രയെ വിളിക്കാൻ തുടങ്ങിയതും അവന് തലേന്ന് അവളുടെ ഫോണിലേക്ക് വന്ന കോളും അതെടുത്തപ്പോഴുള്ള അവളുടെ മുഖത്തെ സന്തോഷവും ഓർമ്മ വന്നതും കയ്യിലിരിക്കുന്ന ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ എന്തിനാ അവളെ പറ്റി അന്വേഷിക്കണം? എല്ലാവളുമാരും ഒരുപോലെ തന്നെയാ. അവൾ ഇച്ചായനെ വിളിച്ചു വരുത്തി കാണും. അവൻ കാവലും ഇരുന്ന് കാണും. എന്തോ അതൊക്കെ ആലോചിക്കവേ അവന് വല്ലാത്ത ദേഷ്യം വന്നു. അതും വിചാരിച്ച് അവൻ ഫ്രഷ് ആവാനായി കയറി. ഇടയ്ക്ക് കാശിയുടെ വീട്ടിൽ നിൽക്കാറുള്ളതുകൊണ്ട് അവൻ്റെ ഡ്രസ്സുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി ചെന്നതും കണ്ടു ഡൈനിങ് ടേബിളിൽ അവനെ കാത്തുനിന്നോണം ഇരിക്കുന്ന കൃഷ്ണനെയും കാശിയെയും. അവനെ കണ്ടതും കൃഷ്ണൻ ചിരിച്ചെങ്കിലും കാശി മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ അഗ്നിക്ക് ചിരി വന്നു. ആ! അഗ്നിയുടെ അലർച്ച കേട്ടതും അവരെ നോക്കി കാശി പുച്ഛിച്ച് ചിരിച്ചു. ആ കല്ലു പ്ലീസ്, ചെവിയിൽ നിന്ന് പിടിവിട്, വേദനിക്കുന്നു. തനിക്കടുത്ത് തൻ്റെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണിയെ നോക്കി അഗ്നി ദയനീയമായി പറഞ്ഞു. ആഹാ, എൻ്റെ മോനെ വേദനിച്ചോ? വേദനിക്കണം നിനക്ക്. നീ ഓരോ ദിവസവും കുടിച്ച് ബോധമില്ലാതെ നടന്ന് എൻ്റെ മുന്നിൽ വരുമ്പോൾ ഇതിനേക്കാൾ വേദന എൻ്റെ നെഞ്ചിലും ഉണ്ടാകുന്നുണ്ട്. അച്ചു, അറിയോ നിനക്ക്? എങ്ങനെ അറിയാനാണല്ലേ? ഞാൻ നിൻ്റെ ആരുമല്ലല്ലോ. അപ്പോൾ എനിക്ക് വേദനിച്ച നിനക്കെന്തല്ലേ? നിന്നെ പെറ്റത് ഞാനല്ലല്ലോ. ഞാൻ മാത്രമല്ലേ നിന്നെ മോനായി കാണുന്നുള്ളൂ. പറഞ്ഞു വന്നതും കല്യാണിയുടെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അഗ്നിക്കും സങ്കടമായി. അവൻ അവരെ പിന്നിലൂടെ ആഞ്ഞു പുണർന്നു തോളിൽ തലച്ചാരി നിന്നു. കല്ലുമ്മ, സോറി, ഞാൻ മനഃപൂർവ്വമല്ല. മറക്കാൻ ശ്രമിക്കുന്ന പലതും ഓർമ്മ വരുമ്പോൾ കൈവിട്ടു പോകുന്നു മനസ്സ്. പിന്നെ ആരാ പറഞ്ഞേ ഈ കല്ലു എൻ്റെ ആരുമല്ലെന്ന്? എനിക്ക് എൻ്റെ എന്ന് പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ. സ്വന്തം അച്ഛനെ പോലും വേണ്ടാതെ തള്ളിക്കളഞ്ഞ സമയത്ത് ദാ ആ നിൽക്കുന്നവന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലും നൽകി എന്നെ ചേർത്ത് പിടിച്ചത് നിങ്ങളല്ലേ. ഇന്ന് അഗ്നിയുടെ ജീവിതത്തിൽ അവൻ്റെ തീരുമാനങ്ങളിൽ ആർക്കെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമെങ്കിൽ അതെൻ്റെ കല്ലുമ്മയ്ക്കും കൃഷ്ണച്ചനും പിന്നെ എൻ്റെ കരളായ കാശിക്കും മാത്രമാണ്. അവൻ്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ കണ്ണുനീർ അവിടെ തോളിൽ പതിച്ചതും വലങ്കൈ പൊക്കി അവനെ ചേർത്ത് പിടിച്ചു കല്യാണി. അത് കണ്ടതും കൃഷ്ണനും കാശിയും ഒരുമിച്ച് ചിരിച്ചു.